ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 5 മാത്സിലെ 12th ചാപ്റ്റർ ആയ ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആട്ടോ. ടേബിൾസ് എന്ന് പറയാൻ നമുക്കറിയാം അല്ലേ, ടേബിളായിട്ട് വരയ്ക്കുന്ന അല്ലേ. ഗ്രാഫ് എന്താണെന്ന് നോക്കാം നമുക്ക്. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന ടേബിളിൽ എന്താണ് ക്ലാസ് 5 സ്റ്റുഡൻസിൻ്റെ എന്താണ് ഗ്രേഡാണ് കാണിക്കുന്നത് അല്ലേ. അപ്പം വലിയെന്ന് നമ്മൾ എന്തൊക്കെ ചെറുത് ഷോർട്ടാക്കി എഴുതിയിരിക്കുന്ന. അപ്പോൾ ഇതൊന്നും എല്ലാ കുട്ടികൾക്കും ഏതൊക്കെ കുട്ടികൾക്ക് കിട്ടിയത് മനസ്സിലായില്ലെങ്കിൽ ഏകദേശം എന്താണ് നമ്മൾ ആ ക്ലാസ്സിനെ കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാവും. ആ ക്ലാസ്സിൽ എത്ര കുട്ടിക്ക് എ ഗ്രേഡ് കിട്ടി, എത്ര കുട്ടിക്ക് ബി ഗ്രേഡ് കിട്ടി എന്നാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് 9 അല്ലേ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് 9, 9 കുട്ടികൾക്കാണ് എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ എന്താണ് ഇത് മനസ്സിലാവുന്നത്, പിന്നെ 10 കുട്ടികൾക്കാണ് ബി ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്, 9 കിട്ടിയിരിക്കുന്ന സി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 9 കുട്ടികൾക്ക്, ഡി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 6 കുട്ടികൾക്ക്, ഇ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 1 കുട്ടിക്ക് അല്ലേ. ടോട്ടൽ കുട്ടികളെ എണ്ണം എത്രയാണ്? 35 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന്ന് വേറെ എന്തൊക്കെയാണ് മനസ്സിലാക്കും. ഇതിൽ കൂടുതലുള്ളത് ഏതാന്ന്, എ ഗ്രേഡ് ആണോ ബി ഗ്രേഡ് ആണോ, കൂടുതൽ കുട്ടികൾ ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 10 ആണല്ലേ, ബി ഗ്രേഡ് ആണ് കൂടുതൽ കുട്ടികളുള്ളത് അല്ലേ. കൂടുതൽ കുട്ടികൾക്കും എന്താ ബി ഗ്രേഡാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. പിന്നെ എന്താണ് ഏറ്റവും കുറവ് ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് എത്ര കുട്ടികൾക്കാണ്? അപ്പോൾ ഇതിന് ഏറ്റവും കുറവ് ഏതാണ്? 1 ആണ് അല്ലേ. അത് എത്ര? ഇ ഗ്രേഡ് അല്ലേ. അപ്പോൾ ഇ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് എന്താണ്? 1 കുട്ടിക്കാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ ടേബിളിൽ കണ്ടാൽ നമുക്ക് എന്താക്കാൻ പറ്റും, കുറച്ച് ഇൻഫോർമേഷനൊക്കെ നമുക്ക് മനസ്സിലാക്കും അല്ലേ. ആരൊക്കെ മനസ്സിലായില്ലെങ്കിൽ എന്താണ് ഏകദേശം ആ ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടാവും അല്ലേ. 35 സ്റ്റുഡൻസ് ആ ക്ലാസ്സിലുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. നോക്കൂ, നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ബി ഇസ് ദ ഗ്രേഡ് ദ മോസ്റ്റ് സ്റ്റുഡൻസ് ഗോട്ട് അല്ലേ. കൂടുതൽ കുട്ടികൾക്കും ബി ഗ്രേഡാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. കൂടുതൽ കുട്ടികൾക്ക് ബി ഗ്രേഡാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇ ഗ്രേഡ് എന്താണ്? ലീസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ. എന്താണ് ഇ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് എന്താണ്? കുറച്ച് അല്ലേ, കുറവ് കുട്ടിക്ക് ഇ ഗ്രേഡാണ്. പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ ഗോട്ട് എ ഓർ ബി ഈസ് മോർ ദാൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ ഗോട്ട് സി ഡി ഓർ ഇ അല്ലേ. എന്താണ് എയും ബിയും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഏതിനാണ്? എക്കും ബിക്കും ആണ് അല്ലേ. സിയും ഡിയും ഇയും കൂടി ടോട്ടൽ അപേക്ഷിച്ച് എക്കും ബിക്കും ആണ് കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും അല്ലേ. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ ഗോട്ട് എ ബി ഓർ സി 4 times ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ ഗോട്ട് ഡി ഓർ ഇ അല്ലേ. ആ ഇൻഫർമേഷനൊക്കെ എന്താണ് നമുക്ക് അതിന് കിട്ടിയിട്ടുണ്ട് അല്ലേ. എന്താണ് എ ബി സി കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ ആകെ എണ്ണം എന്താണ്? ഡിയും ഇയും കിട്ടിയ ഗ്രേഡുകളുടെ കുട്ടികളുടെ എണ്ണത്തേക്കാൾ 4 മടങ്ങ് അല്ലേ, 4 times ആണെന്നൊക്കെ നമുക്ക് ആ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ നോക്കൂ, ക്ലാസ് 6ഉം ക്ലാസ് 7ൻ്റെയും ഗ്രേഡുകളാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ എന്താണ് ടോട്ടൽ ക്ലാസ് 6 34ഉം ക്ലാസ് 7ൽ 33 കുട്ടികളുള്ളത് അല്ലേ. അവർക്കൊക്കെ എ ബി സി ഡി ഇ എന്ന് പറഞ്ഞ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് എന്താണ് അത് കമ്പൈൻ ചെയ്ത് ഈ 3 ടേബിൾ, ഇപ്പോൾ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും എന്നല്ലേ, അത് കമ്പൈൻ ചെയ്ത് നമുക്ക് എന്താക്കാം ഒറ്റ ടേബിളിലാക്കി എഴുതാൻ പറ്റും. നോക്കൂ, ഗ്രേഡ് ഇങ്ങനെ എഴുതുക, ഇത് ക്ലാസ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതുക. 5, 6, 7 ക്ലാസ് അല്ലേ. അതപ്പോൾ എന്താക്കുക നമ്മൾ ഈ ടേബിളാക്കിയിട്ട് 5, 6, 7 എഴുതുക. പിന്നെ ഗ്രേഡ് എ ബി സി ഡി ഇ അല്ലേ. ഇനി എന്താണ് എ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന എന്താണ്? എ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 5ാം ക്ലാസ്സിൽ എത്ര കുട്ടിയേക്കാ? 9 കുട്ടിയേക്കെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 5ാം ക്ലാസ്സിലൂടെ 9 കുട്ടിയേക്കാന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ബി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 5ാം ക്ലാസ്സിൽ എത്ര കുട്ടിയേക്കാ? 10 അല്ലേ. അപ്പോൾ എന്താക്കുക ഇവിടെ 10 ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി സി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന എത്ര കുട്ടിയേക്കാ? 9. എന്നിട്ട് നമ്മളവിടെ എന്താക്കുക എഴുതാനാണ് പറഞ്ഞിരിക്കുക. 9, 6, 1 ഇ ഗ്രേഡ് വരെ കിട്ടിയത് നമ്മൾ എന്താക്കുക ഇവിടെ എഴുതുക. ഓക്കെ, അത് നമുക്ക് എഴുതാതെ. അപ്പോൾ നമുക്ക് എന്താക്കി ക്ലാസ് 5ത്തെ ഗ്രേഡുകൾ എഴുതിയില്ലേ. ഇനി ക്ലാസ് 6ത്തെ നമ്മൾ എഴുതണം അല്ലേ. ക്ലാസ് 6ത്തെ എന്താണ്? എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് 10 കുട്ടികൾക്കാണ് അല്ലേ. ബി ഗ്രേഡ് കിട്ടി എത്രയാണ്? ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കൂ, ഒക്കെ എഴുതുക. അപ്പോൾ നമ്മൾ എന്താക്കി 6ാം ക്ലാസ്സിലെ കുട്ടികളെ ഗ്രേഡ് എഴുതി അല്ലേ. ഇനി 7ാം ക്ലാസ്സിൽ കിട്ടിയത് എന്താണെന്ന് നോക്കുക. 7ാം ക്ലാസ്സിൽ എ ഗ്രേഡ് കിട്ടിയത് 12 കുട്ടികൾക്ക് അല്ലേ. ബി ഗ്രേഡ് കിട്ടിയതോ? ഓക്കെ, അപ്പോൾ 7ാം ക്ലാസ്സിൽ എന്താണ് എ ഗ്രേഡ് കിട്ടിയ 12, ബി ഗ്രേഡ് കിട്ടിയ 9 കുട്ടികൾക്ക്, സി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 7 കുട്ടികൾക്ക്, ഡി ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 4 കുട്ടികൾക്ക്, ഇ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 1 കുട്ടികൾക്ക് അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? വാട്ട് ഇൻഫോർമേഷൻ ക്യാൻ വി ഗെറ്റ് ഫ്രം ദ കംപ്ലീറ്റഡ് ടേബിൾ? ഈ കംപ്ലീറ്റഡ് ടേബിളിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയത്? എ ഗ്രേഡ് 6ാം ക്ലാസ്സിൽ എത്ര കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വേണം നോക്കാം അല്ലേ. 10 കുട്ടികൾക്ക് അല്ലേ. പിന്നെ 5ലും 6ലും 7ലും ആയിട്ട് ആർക്കാ ഏത് ക്ലാസ്സിനാണ് എ ഗ്രേഡ് കൂടുതൽ കിട്ടിയത് അല്ലേ? 7th സ്റ്റാൻഡേർഡിനാണ് അല്ലേ. ഓക്കെ, പിന്നെ ഏറ്റവും കുറവ് എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് ഏത് ക്ലാസ്സിനാണ്? അപ്പോൾ 5th അല്ലേ. 5th ക്ലാസ്സിനാണ് ഇത് 9 എ ഗ്രേഡേ ഉള്ളൂ അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഇത് വേറെ എന്തൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും? അതേപോലെ ബിയും സിയും ഡിയും ഒക്കെ പറയാം അല്ലേ. പിന്നെ മൊത്തത്തിൽ കുറവുള്ളത് ഗ്രേഡ് ഏതാണെന്ന് ചോദിച്ചത്. 5, 6, 7 മൊത്തത്തിൽ കുറവുള്ള ഗ്രേഡ് ഏതാണ്?
ഇ ആണ് അല്ലേ. 5ലും 7ലും ഓരോന്ന് വീതമുള്ളൂ അല്ലേ. ഓക്കെ, 6ൽ എത്ര ഉണ്ട്? 2 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിത് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടും അതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ഇത് ഒറ്റയടിക്ക് നമുക്ക് കിട്ടില്ല. ടേബിളൊക്കെ നോക്കാതെ തന്നെ എന്താക്കി ആ ക്ലാസ്സിനെ കുറിച്ച്, ഈ 5, 6, 7 എന്ന് പറഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് നമുക്കൊരു ഇൻഫോർമേഷൻ നമ്മൾ ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് പറയാം എന്തൊക്കെയാ? 6th ക്ലാസ്സിലെ C ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 8. അത് നോക്കിയാൽ പോരെ. 6th ക്ലാസ് നോക്കുക, ഇത് 6th ക്ലാസ്. പിന്നെ C ഗ്രേഡ് ഏതാണ്? ഇത് C അല്ലേ. അപ്പോൾ ഇവിടെ എന്താ 8 അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നും അങ്ങനെ പറയാം അല്ലേ. 7th സ്റ്റാൻഡേർഡിൽ D ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 4. ഇനി 5th സ്റ്റാൻഡേർഡിൽ B ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 10. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം അല്ലേ. മൊത്തത്തിൽ ഗ്രേഡ് കൂടുതൽ കിട്ടിയ ക്ലാസ്, അതായത് മൊത്തത്തിൽ ഗ്രേഡ് ഏത് കുട്ടികൾക്കാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ മൊത്തത്തിൽ ഏത് ഗ്രേഡ് ഇതാണ്? ഇതവിടെ എന്താ 6th സ്റ്റാൻഡേർഡിൽ 12ഉം 7th സ്റ്റാൻഡേർഡിൽ 12ഉം. അപ്പോൾ നമുക്ക് ഇതിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കൂ, the population of the various districts of our state according to the 2011 census is given in the table below. എന്താണ്? 2011 സെൻസസ് പ്രകാരം എന്താണ് ഈ പോപ്പുലേഷൻ ഓഫ് വേരിയസ് ഡിസ്ട്രിക്റ്റിന്റെ പല ഡിസ്ട്രിക്റ്റിന്റെയും പോപ്പുലേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. എന്താണ് ഫസ്റ്റ് കുറച്ച് പോപ്പുലേഷൻ അല്ലേ. കാസർഗോഡ് ഇത്ര പോപ്പുലേഷൻ, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം അല്ലേ. അതിൻ്റെയൊക്കെ പോപ്പുലേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. റീറൈറ്റ് ദ ടേബിൾ വിത്ത് പോപ്പുലേഷൻ ഇൻ ദ അസെൻഡിങ് ഓർഡർ. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ ടേബിളിന് എന്താണ് പോപ്പുലേഷനിലെ അടിസ്ഥാനത്തിൽ അസെൻഡിങ് ഓർഡറിൽ എന്താക്കുക റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം എന്താണ്? ചെറുത് അല്ലേ. ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് പോകേണ്ടത് കേട്ടോ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ, അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? വലുതിൽ നിന്ന് ചെറുതിലേക്ക് അല്ലേ. അപ്പോൾ ഇവിടെ അസെൻഡിങ് ആണ് ചോദിച്ചിരിക്കുന്നത്, മാറരുത് കേട്ടോ. അസെൻഡിങ് ആകുമ്പോൾ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താക്കാം, അതേപോലെ നിങ്ങൾ എന്താക്കുക, ഡിസ്ട്രിക്ട് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എഴുതുക. എന്നിട്ട് ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ് കണ്ടുപിടിക്കുക. ഏതാണ് ചെറുത്? വയനാടല്ലേ വരുന്നത്. ബാക്കിയൊക്കെ 1, 2, 3, 4, 5, 6 ഡിജിറ്റാണ് വയനാട്ടിൽ. ബാക്കിയൊക്കെ അതിൽ കൂടുതലല്ലേ, 7 ഡിജിറ്റ് അല്ലേ വരുന്നത്. ഇവിടെയൊക്കെ ബാക്കിയൊക്കെ 7 ഡിജിറ്റാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഏതാണ്? ഏറ്റവും ചെറിയ പോപ്പുലേഷൻ ഉള്ളത് വയനാട്ടിലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഡിസ്ട്രിക്ട് എഴുതുക. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 2 കോളം വരയ്ക്കുക. എന്നിട്ട് അതായത് ഫസ്റ്റ് വൺ ഏതാണ്? വയനാട് എഴുതുക കേട്ടോ. അപ്പോൾ ഒന്നാമത് എഴുതേണ്ടത് വയനാട്, അതിൻ്റെ പോപ്പുലേഷൻ നേരെ എഴുതുക. ടീച്ചർ നമ്പറേ ഇവിടെ ഇടുന്നുള്ളൂ കേട്ടോ. ടീച്ചർ എഴുതി കാണിക്കുന്നില്ല, ഞാൻ ഇവിടെ നമ്പറേ ഇടുന്നുള്ളൂ. നിങ്ങൾ എഴുതുക. ഡിസ്ട്രിക്റ്റിന് ഒരു കോളം വരയ്ക്കുക. അതുപോലെ അടുത്ത കോളത്തിൽ പോപ്പുലേഷൻ ഇതേപോലെ തന്നെ. എന്നിട്ട് നടുക്ക് വരച്ചിട്ട് എന്താക്കുക, ഫസ്റ്റ് വൺ എന്താക്കുക, വയനാട് എഴുതുക. എന്നിട്ട് അതിൻ്റെ പോപ്പുലേഷൻ എഴുതുക. ഓക്കെ, ഞാൻ നമ്പർ ഇട്ട് തരാം, നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ ഇതാണെന്ത് 1 വരിക. ഓക്കെ, ഇത് 1. ഇനി നെക്സ്റ്റ് നോക്കൂ, ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ് വരുന്നത് നോക്കൂ. നമുക്ക് ഷോർട്ടിന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് അറിയാം. ഫസ്റ്റത്തെ ഡിജിറ്റുകൾ ഉണ്ടല്ലോ, ആ 3 ഡിജിറ്റ് അങ്ങ് എടുത്തു നോക്കുക. ഓക്കെ, അപ്പോൾ 130, 252 ഏതാ ചെറുത്? ഇതാണ് അല്ലേ 130. അപ്പോൾ നമ്മൾ നോക്കുക ഫസ്റ്റത്തെ ആ ലെറ്റർ ഉണ്ട്, ഡിജിറ്റ്, അതെല്ലാത്തിനും ഒന്ന് നോക്കുക. 1 ഇതാണ് അല്ലേ. 2 1 ആണ് അല്ലേ. ഇനി 1 വരുന്നത് ഏതാ നോക്കിയാൽ എവിടെ 1 വരുന്നത്? ഇതവിടെ വരുന്നുണ്ട് അല്ലേ. ഇടുക്കീൻ്റെ അവിടെ 1 വരുന്നുണ്ട്. പിന്നെ അതവിടെ കോട്ടയത്തിനും അവിടെ 1 വരുന്നുണ്ട്. പത്തനംതിട്ടന് അവിടെയും 1 വരുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് 2, അപ്പം ഞാൻ 3, ഈ 4 നോക്കുക. എത്ര? 1, 2, 3 ഈ 4 നമ്പർ നോക്കിയാൽ മതി. ഇനി എന്താണ് നമുക്ക് 13 നോക്കുക. 13 വരുമ്പോൾ 13 ഇവിടെ. അപ്പോൾ 13 ആണോ 11 ആണോ ചെറുത്? 11 ആണ് അല്ലേ. അപ്പം ഇനി 13 വിടുക. ഇനി 11 ആണോ 19 ആണോ ചെറുത്? ഈ 11 തന്നെ അല്ലേ. ഇനി 11 ഇവിടെയും 11 ഇവിടെയും 11 അല്ലേ. ഇനി അപ്പോൾ 3 ഡിജിറ്റ് നോക്കുക. അപ്പോൾ 110 അല്ലേ. ഈ 110 ആണോ 119 ആണോ ചെറുത്? ഏതാ 110 അല്ലേ ചെറുത്. അപ്പോൾ ഇടുക്കി കേട്ടോ. രണ്ടാമത്തെ ഏതാണ്? ഇടുക്കി. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. ഇനി നമ്മൾ ഇതേ പറഞ്ഞാൽ നോക്കിയാൽ തന്നെ എന്താ 1 എന്നല്ലേ. അപ്പോൾ ആ 1 വരുന്നത് ഏതൊക്കെയാണ്? ഈ കാസർഗോഡിൻ്റെയും പിന്നെ കോട്ടയത്തിൻ്റെയും പത്തനംതിട്ടത്തിൻ്റെ അല്ലേ അല്ലേ. അപ്പോൾ 130, 3 ഡിജിറ്റ് എടുത്ത് നോക്കുക. അതിൽ 130 ആണോ 197 ആണോ ചെറുത്? 197 അല്ലേ. ഇനി 197 ആണോ 119 ആണോ ചെറുത്? 119 അല്ലേ. അപ്പോൾ ഇത് മൂന്നാമത്തത് കേട്ടോ. ഓക്കെ, ഇത് മൂന്നാമത്തത് നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ ഇടുക്കി ഈ പോപ്പുലേഷൻ എഴുതുക. അടുത്തത് പത്തനംതിട്ട അറിഞ്ഞിട്ട് ഈ പോപ്പുലേഷൻ നമ്പർ എഴുതുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഏതാ വരുന്നത്? ഇനി വരുന്നത് 4ാമത്തത് അല്ലേ. അപ്പം ഇനി വരുന്നത് ഏതാ? 130 വരുന്നുണ്ട്. മറ്റൊക്കെ എടുക്കാനായില്ല കേട്ടോ. അതൊക്കെ ഒന്ന് വെച്ച് വരുന്ന കേട്ടോ. അത് ഫസ്റ്റ് നമ്മൾ നോക്കണത്. അപ്പോൾ ഇനി ഇത് കമ്പയർ ചെയ്യണമെങ്കിൽ ഇതൊക്കെ വീണ്ടും കമ്പയർ ചെയ്യണ്ടേ. നോക്കൂ,
13 25 ചെറുത് 13 അല്ലേ, 30 എന്നുള്ളത് 13. അപ്പോൾ 1ന്റെ ആദ്യം നമ്മൾ നോക്കുക കേട്ടോ. എന്നിട്ട് 1 കഴിഞ്ഞ ശേഷം നമുക്ക് 2ന്റെ 3ന്റെ ഒക്കെ നോക്കാം. ഓക്കെ, ഫസ്റ്റിൽ 1 വരുന്നൊക്കെ എടുത്ത് നോക്കുക. അപ്പം ഇനി 130 ആണോ 197 ആണോ ചെറുത്? 197 അല്ലേ. അപ്പോൾ എന്താണ് കോട്ടയം എന്ന് എഴുതിയിട്ട് നിങ്ങൾ എന്താക്കുക, ഈ പോപ്പുലേഷൻ എഴുതുക കേട്ടോ. അത് 4ാമത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് കോട്ടയം എന്ന് എഴുതിയിട്ട് ഇത് എഴുതുക കേട്ടോ. ഓക്കെ, ഈ പോപ്പുലേഷൻ എഴുതുക. ദെൻ നെക്സ്റ്റ് ഏതാണ് ഇനി വരുന്ന 1? ഇതന്നെയല്ലേ ഉള്ളൂ, വേറെ 1 വരുന്നില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതാണ് എന്ത് 5ാമത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താക്കുക, കാസർഗോഡ് നിന്ന് എഴുതിയിട്ട് ഈ പോപ്പുലേഷൻ എഴുതുക കേട്ടോ. ഡിസ്ട്രിക്റ്റിൻ്റെ അവിടെ നിങ്ങളത് എന്താക്കുക, ഫസ്റ്റ് വയനാട് നിന്ന് ഈ പോപ്പുലേഷൻ എഴുതുക, രണ്ടാമത്തെ ഇടുക്കി എന്ന് എഴുതിയിട്ട് ഈ പോപ്പുലേഷൻ നമ്പർ എഴുതുക, പിന്നെ പത്തനംതിട്ട എന്ന് എഴുതിയിട്ട് ഈ പോപ്പുലേഷൻ എഴുതുക, പിന്നെ അടുത്തത് എന്താണ് ഡിസ്ട്രിക്റ്റിൻ്റെ താഴെ കോട്ടയം എന്ന് എഴുതിയിട്ട് ഈ പോപ്പുലേഷൻ എഴുതുക, നെക്സ്റ്റ് കാസർഗോഡ് എന്ന് എഴുതിയിട്ട് എന്താണ് പോപ്പുലേഷന് താഴെ ഈ നമ്പർ എഴുതുക കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത ഏതായിരിക്കും വരിക? 25 അല്ലേ ഫസ്റ്റത്തെ. ഈ അടുത്ത് നോക്കൂ, ഇത് 30. അപ്പോൾ 25 30 ചെറുത്? 25 അല്ലേ. ഇനി 25 അവിടെ കിടക്കട്ടെ. ഇനിയോ 41 25 ചെറുത്? 25. അപ്പോൾ ഇനി 41 പോട്ടെ. ഇനി 25 28 ഫസ്റ്റത്തെ 2 ഡിജിറ്റ് എടുത്ത് നോക്കുക കേട്ടോ. 25 28 ചെറുത്? 25 അല്ലേ. പിന്നെ 25 31 ചെറുത്? 25. ഓക്കെ, നെക്സ്റ്റ് 25 32 ഫസ്റ്റത്തെ 2 ഡിജിറ്റ് ആണ് നോക്കുന്നത്. 32 ചെറുത്? 25 അല്ലേ. പിന്നെ ഇതൊക്കെ നോക്കുക. ഇനി 25 21 ചെറുത്? അപ്പോൾ നോക്കൂ 21 ആലപ്പുഴേൻ്റെ അല്ലേ. അപ്പോൾ 21 കേട്ടോ. അപ്പം നമ്മൾ എന്താക്കുക, 25 ഒഴിവാക്കുക, 21 പിടിക്കുക. ഇനി 21 26 ചെറുത്? 21 അല്ലേ. ഇനി 21 33 ചെറുത്? 21. അപ്പോൾ അടുത്ത ഏതായിരിക്കും ഇത്? ആലപ്പുഴ എന്ന് എഴുതുക കേട്ടോ. നിങ്ങൾ എത്രയാണ്? ആലപ്പുഴ. അപ്പോൾ 6ാമത്തത് നിങ്ങൾ എന്താക്കുക, ആലപ്പുഴ എന്ന് എഴുതും. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ഫസ്റ്റ് ഇത് കഴിഞ്ഞല്ലേ. ഇനി നമ്മളെന്താണ് അടുത്തത് ഈ നമ്പർ മെത്തഡ് നോക്കുക അല്ലേ. ഇനി 25 ആദ്യത്തെ 2 ഡിജിറ്റ് നോക്കുകയാണ് ചെയ്യുന്നത്. 25 30 നോക്കിയല്ല, 25 ചെറുത്. 25 41 ചെറുത് നോക്കുക. അപ്പോൾ 25 25 28 ചെറുത് നോക്കുക. അപ്പോൾ 25. പിന്നെ 25 31 ചെറുത് നോക്കുക. അപ്പോൾ 25 ആദ്യത്തെ 2 ഡിജിറ്റാണ് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ എന്താ 25 32 നോക്കുക. അപ്പോൾ 25 അല്ലേ. പിന്നെ 25 26 ചെറുത്? 25 അല്ലേ. ഓക്കെ, പിന്നെ 25 30 ചെറുത്? 33 ചെറുത്? 25. അപ്പോൾ അടുത്ത് എന്താണ് കാസർഗോഡ് എന്ന് എഴുതുക കേട്ടോ. ഡിസ്ട്രിക്റ്റിൻ്റെ താഴെ നിങ്ങൾ കാസർഗോഡ് എന്ന് എഴുതുക. സോറി, ഇതല്ലേ കണ്ണൂരല്ലേ. കണ്ണൂരിൽ നിന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ പോപ്പുലേഷൻ അവിടെ എഴുതുക കേട്ടോ. ഇത് 7ാമത്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾ എന്താ നോക്കേണ്ടത്? അടുത്ത് ഇത് 3 നമ്മൾ കഴിഞ്ഞതാണ്. ഇനി അടുത്ത് ഈ നമ്പർ നോക്കുക, കോഴിക്കോട് എടുക്കുക. ഇനി 30 41 ചെറുത് നോക്കുക? 30 അല്ലേ. ഇനി 30 28 ചെറുതത്? 28. അപ്പോൾ നമ്മൾ 30 അവിടെ ഒഴിവാക്കുക. ഇനി 28 പിടിക്കുക. ഇനി 28 31 ചെറുത്? 28. ഓക്കെ, ഇനി 28 32 ചെറുത്? 28. ഇനി 28 26 ചെറുത്? അപ്പോൾ 26. അപ്പോൾ കൊല്ലത്തിൽ പിടിച്ചോ, ഇതിന് 28 ഒഴിവാക്കി കേട്ടോ. അപ്പം ഇനി 26 33 ചെറുത്? 26 തന്നെ അല്ലേ. അപ്പോൾ അടുത്ത ഏതാണ്? നിങ്ങൾ കൊല്ലം എഴുതിയിട്ട് എന്താക്കുക, ഈ പോപ്പുലേഷൻ എഴുതുക കേട്ടോ. അടുത്തത് 8ാമത്തേത്. അപ്പോൾ ഇത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താണ് ഫസ്റ്റ് തന്നെ നോക്കുക അല്ലേ. 30 41 ചെറുത്? 30. 30 28 ചെറുത്? 28. ഇനി 28 പിടിക്കുക. ഇനി 28 31 ചെറുത്? 28 അല്ലേ. 28 ഇനി 32 ചെറുത്? 28 തന്നെ അല്ലേ. ഇനി നമ്മൾ ഇതൊക്കെ നോക്കിയത്. അപ്പം ഇനി ഇതൊന്നും നോക്കണ്ട. ഇനി 28 33 ചെറുത്? 28 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം അടുത്തത് ഇത് നിങ്ങൾ പാലക്കാട് എഴുതിയിട്ട് ആ പോപ്പുലേഷൻ എഴുതുക കേട്ടോ. 9ാമത്തത് പാലക്കാട് എഴുതിയിട്ട് ആ പോപ്പുലേഷൻ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കോഴിക്കോടിൻ്റെ 30 അല്ലേ. ഇതൊക്കെ നമ്മൾ നോക്കാത്ത എന്താ കാരണം? ഇതൊക്കെ നമ്മൾ എഴുതിയതാണ്. ഇങ്ങനെ എഴുതിയൊന്നും നമ്മൾ നോക്കാൻ പാടില്ല, എഴുതാത്തതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഇനി ഫസ്റ്റത്തെ 2 ഡിജിറ്റ് എടുക്കുക. 30 41 എന്ത് ചെറുത് നോക്കുക. ഓക്കെ, 30. ഇനി 30 28 എടുക്കണോ? വേണ്ട, അത് എടുത്ത് കഴിഞ്ഞതാ അല്ലേ. ഇനി നോക്കണ്ട. ഇനി 30 31 ചെറുത് നോക്കുക. 30 തന്നെ അല്ലേ. ഇനി 30 32 ചെറുത്? 30 തന്നെ. ഇനി ഇവിടെ വേറെ വരുന്നത് 30 33 ചെറുത്? 30 തന്നെ അല്ലേ. അപ്പോൾ അടുത്ത് നിങ്ങൾ കോഴിക്കോട് എഴുതിയിട്ട് ആ പോപ്പുലേഷൻ എഴുതുക കേട്ടോ. ഓക്കെ, 10ാമത്തത് കോഴിക്കോട് എഴുതുക. എന്നിട്ട് ആ പോപ്പുലേഷൻ എഴുതുക. ഇനി നമുക്ക് എന്താണ് അടുത്ത നമ്പർ? ഇത് ഒക്കെ എടുത്തതാണ്. ഇനി ഇത് 41 31 ചെറുത്? 31. അപ്പോൾ 41 ഒഴിവാക്കുക. ഇനി 31 32 ചെറുത്? 31 തന്നെ അല്ലേ. പിന്നെ 31 33 ചെറുത്? 31. അപ്പോൾ അടുത്ത് ഏതാണ്? തൃശ്ശൂർ എഴുതിയിട്ട് ഞങ്ങൾ ആ പോപ്പുലേഷൻ എഴുതുക കേട്ടോ. ഓക്കെ,
ദെൻ നെക്സ്റ്റ് എന്താണ്? ഇനി നമ്മൾ ഏതാ ഇതിലെ 41 32 ചെറുത് നോക്കുക അല്ലേ. 32 ചെറുത് അല്ലേ. ഇനി 32 വേറെ അതൊക്കെ നമ്മൾ നോക്കിയതാണ് അല്ലേ. ഇനി അടുത്ത് 33 33 ചെറുത് 32. അപ്പോൾ നിങ്ങൾ എന്താക്കുക, അടുത്തത് നിങ്ങൾ എറണാകുളം എന്ന് എഴുതിയിട്ട് ആ പോപ്പുലേഷൻ്റെ നമ്പർ അങ്ങ് എഴുതിട്ടോ. പോപ്പുലേഷൻ്റെ നേരെ ഇതാണ് എന്ത് 12ാമത്തത്. ഓക്കെ 12 അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ്? മലപ്പുറത്തുണ്ട് അല്ലേ. അപ്പം ഇനി 41 ഇതിലെ ഫസ്റ്റ് ഡിജിറ്റ് 41. ഇതൊക്കെ എടുത്തു. ഇനി ഇവിടെ ഒന്നും ഇല്ല അല്ലേ, ഇവിടെ ഒക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ അല്ലേ. ഓക്കെ 41 33 ചെറുത് 33 അല്ലേ. തിരുവനന്തപുരം. അപ്പോൾ അവിടെ എന്താണ് 13 എഴുതിട്ട് അടുത്തത് നിങ്ങൾ എന്താക്കുക, തിരുവനന്തപുരം എഴുതിയിട്ട് പോപ്പുലേഷൻ എന്താക്കുക, അതിൻ്റെ നേരെ താഴെ തിരുവനന്തപുരം എഴുതുക ഡിസ്ട്രിക്റ്റിൻ്റെ അവിടെ താഴെ. പിന്നെ പോപ്പുലേഷൻ നേരെ താഴെ തിരുവനന്തപുരത്തിന് നേരെ തന്നെ നിങ്ങൾ എന്താക്കുക പോപ്പുലേഷൻ നമ്പർ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ഇനി വേറെ എന്താ ഇങ്ങനെയുള്ളത്? 41 അല്ലേ. വേറെ എവിടെ ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ അല്ലേ. ഓക്കെ അവിടെ ലാസ്റ്റ് നിങ്ങൾ എന്താക്കുക മലപ്പുറം എഴുതിയിട്ട് നിങ്ങൾ ആ പോപ്പുലേഷൻ എഴുതുക അല്ലേ. അപ്പോൾ നിങ്ങൾ മലപ്പുറം എഴുതിയ ശേഷം എന്താക്കുക അതിൻ്റെ പോപ്പുലേഷൻ ഇത് 41,12,920 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ എല്ലാം പോപ്പുലേഷനും ഡിസ്ട്രിക്റ്റിനും ഒക്കെ കറക്റ്റായിട്ട് ഓർഡറിൽ അസെൻഡിങ് ഓർഡർ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ആദ്യത്തെ നമ്പർ എടുത്ത് കമ്പയർ ചെയ്തിട്ട് ഓരോന്ന് ചെയ്യുക. ചെറുത് ഏതാണ് അസെൻഡിങ് ഓർഡർ ആകുമ്പോൾ ചെറുത് നോക്കി പിടിക്കുക കേട്ടോ. ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പിന്നെ നമ്മൾ എന്താക്കരുത്, നമ്മൾ എഴുതിയത് പിന്നെ എഴുതാൻ പാടില്ല കേട്ടോ. എഴുതിയത് ഒഴിവാക്കുക, എന്നിട്ട് എഴുതാത്തത് നോക്കി നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക. The run scored by a team in the first 10 overs of a one-day match is given below. എന്താണ് ഫസ്റ്റ് 10 ഓവറിൽ ഒരു വൺ-ഡേ മാച്ചിൽ എന്താണ് ഫസ്റ്റ് 10 ഓവർ കിട്ടിയ റൺ സ്കോർ ചെയ്ത ടീമിൻ്റെതാണ് ഇത് കേട്ടോ. അപ്പോൾ ബോൾ നോക്കുക, ഓവറും 1 2 3 4 5 6 7 8 9 10 അല്ലേ. പിന്നെ ബോള് 1 2 3 4 5 6ൽ അപ്പം ഒരു ബോളിൽ ഒരു ഓവർ എന്താണ് 2. ഓക്കെ കാൽക്കുലേറ്റ് ദ ടോട്ടൽ റൺസ് സെക്യൂർഡ് ഇൻ ഈച്ച് ഓവർ ആൻഡ് ഷോർട്ടൻ ദ ടേബിൾ ലൈക്ക് ദിസ്. അപ്പോൾ എന്താക്കുക, നിങ്ങൾ എന്താക്കുക ടോട്ടൽ റൺസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്താക്കുക ഷോർട്ടാക്കിയിട്ട് ഈ ടേബിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയിട്ട് ഒന്നാമത്തെ ഓവറിൽ എത്ര റൺസ് കിട്ടിയിട്ടുണ്ട്? 2ഉം 2 ഇവിടെ 0 ആണ് അല്ലേ. 2 + 2 4. അപ്പോൾ ഒരു ഓവറിൽ എന്താണ് 4 റൺസാണ് കിട്ടിയല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കുക ഇവിടെ 4 എന്ന് എഴുതുക. അതുപോലെ 2ലോ രണ്ടാമത്തെ ഓവറിലോ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. 1 + 4 5 5 + 2 7 അല്ലേ. 7 എഴുതുക. മൂന്നാമത്തെ ഓവറിലോ 4 + 1 5ഉം 6 അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ഓവറിൻ്റെ അവിടെ എന്താണ് 6 എന്ന് കൊടുക്കുക. ഫോർത്ത് ഓവറിലോ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. 4 + 2 6 6 + 1 7 എഴുതുക. ഫിഫ്ത്ത് ഓവറിൽ 4 + 1 5ഉം 5 + 3 8 അല്ലേ. ഫിഫ്ത്ത് ഓവറിൽ 8 റൺസ് കിട്ടി. സിക്സ്ത് ഓവറിൽ 4 6 അല്ലേ. സെവൻത്ത് ഓവറിലോ 5 6 7 8 റൺസ് കിട്ടി. എയ്ത്ത് ഓവറിലോ 2 + 2 4 4 + 3 7 റൺസ് കിട്ടി. നയൻത്ത് ഓവറിൽ 10 റൺസ് കിട്ടി. 10th ഓവറിൽ 6 10ഉം 12 അല്ലേ. 10th ഓവറിൽ 12 റൺസും കിട്ടി. അത് ഇങ്ങോട്ടേക്ക് മാറ്റി ചെയ്താണ് പറയുന്നത്. ഓവർ തന്നിട്ടുണ്ട്, നമ്മൾ റൺസ് അത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ അപ്പോൾ നമുക്ക് ഓവറും റൺസും കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? ഹൗ മെനി റൺസ് വേർ സ്കോർഡ് ഇൻ ദ ഫസ്റ്റ് 10 ഓവർ? എന്താ ചോദ്യം? അപ്പോൾ 10 ഓവറിൽ എത്ര റൺസ് കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 10 ഓവറിൽ ഫസ്റ്റത്തെ 10 ഓവറിൽ എത്ര റൺസ് കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10 ഓവറിൽ എത്ര റൺസ് കിട്ടി? 10ാമത്തെ ഓവറിൽ 12 റൺസാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 10 ഓവറിൽ ഫസ്റ്റത്തെ 10 ഓവറിൽ എത്ര എണ്ണം കിട്ടി? ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുക അല്ലേ. അപ്പോൾ എത്ര കിട്ടുക? 75 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 10 ഓവറിലും കൂടി എത്ര? 75 അല്ലേ. അപ്പോൾ 75 എഴുതുക. ദെൻ ഇൻ ഹൗ മെനി ഓവേഴ്സ് വേർ മോർ ദാൻ 6 റൺസ് സ്കോർഡ്? എന്താണ്? ഹൗ മെനി ഓവേഴ്സ് വേർ മോർ ദാൻ 6 റൺസ് സ്കോർഡ്? 6 റണ്ണിൽ കൂടുതൽ കിട്ടിയ എത്ര ഓവറുകൾ ഉണ്ട്? ഇതാ 6 റണ്ണിൽ കൂടുതൽ കിട്ടിയ എന്താ? 2 ഓവർ അല്ലേ. 1 പിന്നെ ഇതവിടെ 4ാമത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2ആയി. പിന്നെ 5 പിന്നെ 7 പിന്നെ 8 പിന്നെ 9 പിന്നെ 10 അല്ലേ. അപ്പോൾ എത്ര? 7 അല്ലേ. അപ്പോൾ 6 റണ്ണിൽ കൂടുതൽ കിട്ടിയ എത്ര ഓവേഴ്സ് ഉള്ളത് അല്ലേ. അപ്പോൾ 7 എണ്ണമാണ് അല്ലേ. 7 എണ്ണല്ലുള്ളത് 5 6 7 അല്ലേ. 7. ഓക്കെ അവിടെ 7 ഇല്ല. ദെൻ ഇൻ ഹൗ മെനി ഓവേഴ്സ് വെർ ലെസ് ദാൻ 6 റൺസ് സ്കോർഡ്? ഇനി 6 റണ്ണിൽ കുറവായ എത്ര ഓവർ കിട്ടിയെന്ന് വെച്ചാൽ 6 റണ്ണിൽ കുറവായിട്ടില്ല. 6 റണ്ണിൽ കുറവ് കിട്ടിയ എത്ര ഓവർ ഉണ്ട്? അപ്പോൾ 6 റണ്ണിൽ കുറവ് കിട്ടിയ ഏതൊക്കെയാണ് ഉള്ളത്? 1 പിന്നെ 6 റണ്ണിൽ കുറവല്ല കിട്ടിയിരിക്കുന്നത്, 1 തന്നെ കിട്ടിയുള്ളൂ അല്ലേ. 6 കിട്ടിയത് എത്ര എണ്ണമാണ്? 6 കിട്ടിയത് 1 2 അല്ലേ. 6 കിട്ടിയ 2 എണ്ണമാണ് അല്ലേ. അപ്പോൾ 6 ഓവറിൽ കൂടുതൽ കിട്ടിയ നേരത്തെ എത്ര? 7. 6 റണ്ണിൽ കുറവ് കിട്ടിയിരിക്കുന്ന ഏതാണ്? 1 ഓവർ മാത്രമേ ഉള്ളൂ അല്ലേ. ഓവർ 1 മാത്രമേ ഉള്ളൂ അല്ലേ.
പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, ഇല്ല. ഓക്കെ, ദെൻ ഇൻ ഹൗ മെനി ഓവർ വെർ ലെസ് ദെൻ 6 റൺസ് സ്കോർ അല്ലേ 1. വാട്ട് അതർ ഇൻഫർമേഷൻ ക്യാൻ വി ഗെറ്റ് ഫ്രം ദിസ് ഷോർട്ടൻ ടേബിൾ? അപ്പം വേറെ എന്തൊക്കെ ഇൻഫർമേഷനാണ് ഈ ഷോർട്ടൻ ടേബിൾ നമുക്ക് കിട്ടുക? എന്താ 10ാമത്തെ ഓവറിൽ എത്ര റണ്ണ് കിട്ടി, 5ാമത്തെ ഓവറിൽ എത്ര റണ്ണ് കിട്ടി അല്ലേ, പിന്നെ 2ഉം 7ഉം ഓവറിൽ ടോട്ടൽ എത്ര റണ്ണ് കിട്ടി അല്ലേ. എങ്ങനെ നമുക്ക് ഈ ഇൻഫർമേഷൻ പലതും കിട്ടാറുണ്ട് അല്ലേ. പിന്നെന്താണ് 1 മുതൽ 5 വരെയുള്ള ഓവറിൽ എത്ര റൺസ് കിട്ടി, പിന്നെ 5 മുതൽ 10 വരെയുള്ള റൺസിൽ ഓവറിൽ എത്ര റൺസ് കിട്ടി അല്ലേ. അങ്ങനെ പല ഇൻഫർമേഷൻ നമുക്ക് എന്താ പറയാൻ പറ്റും അല്ലേ. ഹൗ മെനി ഓവേഴ്സ് വേർ ഗെറ്റ് അല്ലെങ്കിൽ ഹൗ മെനി ഓവേഴ്സ് വേർ 1 to 5 റൺ സ്കോർഡ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്തെന്താണ് ഡാറ്റ പിക്ചേഴ്സ്.